ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അറിയാത്തത് പറഞ്ഞു കൊടുക്കണ്ടേ? മനുവിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നവുമില്ല, മനുവിന്റെ അച്ഛന്റെ ഭാഗത്തു നിന്നും. അവർക്ക് മാത്രമാണ് ബുദ്ധിമുട്ട്. നാളത്തോടത് തീരും. ഞാൻ തീർക്കും. ഓക്കെ, അപ്പൊ അത് കോംപ്രമൈസ് ആയേ. ഇനി നമുക്ക് ചെന്നിരുന്ന് ഭക്ഷണം കഴിച്ചാലോ? എനിക്ക് വേണ്ട. അപ്പൊ പിന്നെ താൻ പട്ടിണി കിടക്കാനോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും പുറത്തു പോയി ഭക്ഷണം കഴിക്കാം. വാ. മിണ്ടാതിരുന്നേ അവിടെ. എനിക്ക് വിശക്കുന്നില്ല. പിന്നെ ഇതൊരു ഓർമ്മയായിട്ട് അവിടെ കിടന്നോട്ടെ. എടോ, ഈ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ താനുമായിട്ട് പുറത്തേക്ക് പോയാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോയാ മതി. എന്നോട് വിഷമം തോന്നല്ലേ കേട്ടോ. ഒരുപാട് പാവമായി പോയി എന്റെ നിത്യ. ഹലോ, ആ ജ്യോതി മോളെ. ജ്യോതിയല്ല അമ്മൂമ്മേ, ഞാൻ ആദി. ആഹാ, ആദിക്കുട്ടനാ. ഇപ്പോഴാണോ അമ്മൂമ്മ ഓർക്കുന്നത്? ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് വിളിച്ചാലെന്താ? അങ്ങനെ വിളിക്കുന്നൊന്നും ഇവിടുത്തെ അമ്മൂമ്മക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ ആരും കാണാതെ ഫോണെടുത്ത് വിളിക്കുക. എന്താ മോനെ? ഇവിടെ എപ്പോഴും പ്രശ്നാ. ഇവിടുത്തെ അമ്മൂമ്മ ജ്യോതി എപ്പോഴും തല്ലും. കൊറേ പ്രാവശ്യം തല്ലിയിട്ടുണ്ട്. മുടിക്കൊക്കെ കുത്തിപ്പിടിച്ച് ബഹളം ഉണ്ടാക്കും. ജ്യോതി അമ്മൂമ്മയെ വിളിച്ച് പറയാത്തതാ. മോനെ, ഇപ്പൊ ജ്യോതി എവിടെയുണ്ട്? മുറിയിലിരുന്ന് കരയാ. ഞാൻ അമ്മൂമ്മനെ വിളിച്ചു പറയുന്ന ആരടുത്തും പറയല്ലേ. ഇല്ല മോനെ, മോൻ ജ്യോതിയുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവണം കേട്ടോ. അമ്മൂമ്മ നാളെ രാവിലെ അങ്ങോട്ട് വരാം. എന്നിട്ട് എല്ലാവരോടും സംസാരിക്കാം. ജ്യോതി എന്ത് പറഞ്ഞാലും ഇവിടുത്തെ അമ്മൂമ്മക്ക് ഇഷ്ടാവില്ല. അതാ വഴക്കുണ്ടാക്കുന്നത്. ഞാൻ വരാം മോനെ. മോൻ ഫോൺ വെച്ചോ. അമ്മൂമ്മ നാളെ നേരത്തെ തന്നെ വരാം. அம்மாவா? அம்மா, என்னம்மா இங்க இருக்கு? தூங்காம எங்க உட்கார்ந்துருக்கு? ആദ്യ വിളിച്ചത്. ആദിയാ? എതുക്കമ്മ? ജ്യോതിമോളുടെ കാര്യത്തില് ചില പ്രശ്നങ്ങളുണ്ട് ശരവണ. என்னம்மா, என்ன பிரச்சனம்? അവളുടെ അമ്മായിയമ്മ തന്നെ കാരണം. മരുമക്കൾ അടിമകളാണെന്നാണല്ലോ കുറെ പേരുടെ ധാരണ. തല്ലി ഒതുക്കാനുള്ള ശ്രമമാണ്. തല്ലിയോ? അങ്ങനെയാണ് ആദ്യമോൻ പറഞ്ഞത്. രാവിലെ എനിക്കൊന്ന് അങ്ങോട്ട് പോണം ശരവണ. അമ്മ, നിത്യയോടും ഹരിയോടും ചൊല്ല വേണ്ടമ്മ. ഇപ്പൊ വേണ്ട. നാളെ അവര് നല്ലൊരു കാര്യത്തിന് പുറപ്പെടുവല്ലേ. അതിനിടയിൽ ഇത് വേണ്ട. ഇതെനിക്ക് പരിഹരിക്കാനുള്ള കാര്യമല്ലേ ഉള്ളൂ. അമ്മ, നീ
എങ്ക മട്ടം പോയിട്ട് എപ്പിടി? ശരവണ, ജ്യോതി ഞാൻ പ്രസവിച്ച മോളല്ലേ. ഇത്രയും കാലം ഒരു കുറവും ഇല്ലാതെ ഞാൻ വളർത്തിയതല്ലേ അവളെ. അവളെ ഒരാള് വേദനിപ്പിച്ച അത് ഞാൻ നോക്കി നിൽക്കില്ല. ജീവിതം എന്താണെന്ന് അറിയാത്തതാണ് ദമയന്തിയുടെ പ്രശ്നമെങ്കിൽ അത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അമ്മ, കാലം മാറിയതൊന്നും അവരറിഞ്ഞിട്ടില്ല ശരവണ. അറിയാത്തത് പറഞ്ഞു കൊടുക്കണ്ടേ. മനുവിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നവുമില്ല. മനുവിന്റെ അച്ഛന്റെ ഭാഗത്തു നിന്നും അവർക്ക് മാത്രമാണ് ബുദ്ധിമുട്ട്. നാളത്തോടത് തീരും. ഞാൻ തീർക്കും. താനിങ്ങി വന്നേ. എവിടേക്ക്? ആ, താനിങ്ങോട്ട് വാ, ഒരു കാര്യം കാണിച്ചു തരാം. എനിക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ. താനിങ്ങോട്ട് വന്നേ, വാ. ആ, വരാൻ. എന്താ ഹരി? ഇരിക്കെ. എന്താ? കഴിക്ക്. ഇത് കൊള്ളാലോ. ആ, ഇതാണ് ക്വയ്ക്കർ ഓട്സിന്റെ മാജിക്. ക്വിക്കർ ഓട്സോ? ദോശയിലോ? ആ ആ, ശരിക്കും? ആ, ക്വിക്കർ ഓട്സേ ആരോഗ്യത്തിന് വളരെ നല്ലതാ. പ്രോട്ടീനിനാലും ഫൈബറിനാലും സമ്പുഷ്ടമാണ് നമ്മുടെ ക്വേക്കർ ഓട്സ്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാ. ശരി, ഞാനത് ഔദ്യോഗികമായി അംഗീകരിച്ചു. അടുത്ത പരീക്ഷണം എന്താണാവോ? ആ, എന്റെ ഓട്സും കേരള ഇന്നോവേഷൻസും വന്നോട്ടെ. അപ്പൊ നിങ്ങളൊന്ന് ഞെട്ടും. കഴിക്ക്.